അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹം സുഹൃത്തിന് അയച്ച ആ ശബ്ദ സന്ദേശം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനുള്ള മരണമൊഴിയാണ്. അദ്ദേഹത്തിന് ഉണ്ടായ ദുരനുഭവങ്ങൾ, ആശുപത്രികളിൽ ചെന്നാൽ അവിടെ ഒരിടത്തും ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം. കാർഡിയോളജി വിഭാഗത്തിന് കാർഡിയോളജി വാർഡായിട്ടൊരു വാർഡ് ഇന്ന് വരെയും ഇവിടെ ഇല്ല. ഈ കാർഡിയോളജി അസുഖം ബാധിച്ച് വരുന്ന ആളിനെ ജനറൽ മെഡിസിനിലാണ് നോക്കുന്നത് ആദ്യം. അത് നോക്കിയിട്ട് അവർ കാർഡിയോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യുകയാണ്. റെഫർ ചെയ്താലും കാർഡിയോളജി വിഭാഗത്തിന് പ്രത്യേകിച്ച് വാർഡില്ലാത്തതുകൊണ്ട് ജനറൽ മെഡിസിൻ വാർഡിൽ തന്നെ കിടന്നുകൊണ്ട് കാർഡിയോളജിയിലെ ഡോക്ടർമാർ വന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഡിലേ വരുന്നുണ്ട്. അത് ഈ സിസ്റ്റം, ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അങ്ങനെ ഒരു സിസ്റ്റം നിലവിലുണ്ടപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ഒരു നടപടിയും മന്ത്രി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തുടർക്കഥയാണ്. ഇത് ഒരാളിൻ്റെ സംഭവം മാത്രമല്ല. ആൻജിയോപ്ലാസ്റ്റി അടിയന്തരമായി ചെയ്യണം എന്നാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. താലൂക്ക് ആശുപത്രി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. ജില്ലാ ആശുപത്രിയില്ല, അവിടുത്തെ മെഡിക്കൽ കോളേജിലില്ല. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ 100 കണക്കിന് പേര് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കാത്തു കിടക്കുന്ന സാഹചര്യം. അടിയന്തരമായി ചെയ്യേണ്ടതും അല്ലാത്തതുമായ 100 കണക്കിന് എല്ലാവർക്കും ഡേറ്റ് ഇട്ട് നൽകുകയാണ്. മാസങ്ങൾ കഴിഞ്ഞുള്ള ഡേറ്റാണ് ഇവിടെ ഇട്ട് നൽകുന്ന ഒരു സാഹചര്യം. അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് ഇവിടുത്തെ ഒരു മാധ്യമവും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട വേണു എന്ന് പറഞ്ഞ മനുഷ്യനെ പോലെ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടാകും എന്ന് കണക്കെടുക്കേണ്ടിയിരിക്കുന്നു. കാത്ത് ലാബ് ഉണ്ടെങ്കിലല്ലേ ചികിത്സ നടത്താൻ പറ്റൂ. കാർഡിയോളജി മിഷൻ വെച്ച് കാത്ത് ലാബ് ഉണ്ടാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ രോഗികൾക്ക് ചികിത്സ നൽകേണ്ട സ്ഥലത്ത് ഇപ്പോൾ അതൊരു കാർഡിയോളജി വിഭാഗത്തിൻ്റെ സ്റ്റോർ റൂമായിട്ട് സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആരോഗ്യമന്ത്രി ആകെ കൂടി പറയുന്നത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടെല്ലാം കൂടി പുഴുങ്ങി തിന്ന് ഈ ആരോഗ്യമന്ത്രിക്ക് ഇന്നും മതിയായില്ലേ? എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ സ്വീകരിച്ചു? നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ ജീവനാണ്. ആ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ആരോഗ്യമന്ത്രി ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് രാജിവെച്ച് പോകണം. കാര്യം ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല.